Good morning, children. I hope you read the textbook and you understood what are the basic reasons for poverty or basic symptoms of poverty. So, which are the basic symptoms of poverty? Landlessness, yes, unemployment, size of family, illiteracy, poor health and malnutrition, child labor, and helplessness. Okay, and we already compare two situations from one is from urban situation and one is from rural situation, and how they were live in poverty. So today we are taking the new topic, poverty line, page number 31, poverty line. Yes, at the center of the discussion of poverty is usually the concept of the poverty line. A common method used to measure poverty is based on the income or consumption level. Poverty line, it is not a line, but it is it is divide the people. This poverty line, according to poverty line, is based on the income of a people, and the government is deciding a particular level of income as the basic, or it's a like a boundary, and from the above that line is known as above poverty line, and below that line is known as below poverty line. So you heard the word APL and BPL. So it is only for comparing how the people are or how much people are from the above the poverty line and how much people are below the poverty line. Only for that the government dividing the people into these two sides. A person is considered poor if his or her income or consumption level falls below a minimal level necessary to fulfill the basic needs. That income is the minimal level. എത്ര ഒരു മിനിമം അവർക്ക് അവരുടെ ബേസിക് നെസസിറ്റീസ്, അതായത് ഡെയിലി ഉള്ള നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു മിനിമം ലെവൽ ഓഫ് ഇൻകം അവർക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടാത്തവരാണ് ഈ പോവർട്ടി ലൈന് താഴെയുള്ളവർ എന്നുള്ളൊരു കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പോവർട്ടി ലൈൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വാട്ട് ഈസ് നെസസറി ടു സാറ്റിസ്ഫൈ ദ ബേസിക് നീഡ് ഈസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇനി ഈ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് റൂറൽ പീപ്പിളിൻ്റെയും അർബൻ പീപ്പിളിൻ്റെയും ഒരു ഡെവലപ്ഡ് നേഷൻ്റെയും ഡെവലപ്പിംഗ് നേഷൻ്റെയും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് ശരിക്കും ഡിഫറെൻ്റ് ആയൊരു കൺസെപ്റ്റാണ്. ഒരു റൂറൽ പുവർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അർബൻ പുവർ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് രണ്ട് സ്റ്റോറിയിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. Therefore, poverty line may vary with the time and the place. So, poverty line ആ ഒരു ബേസിക് മിനിമം ലെവൽ എന്ന് പറയുന്ന ഇൻകം രാജ്യങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ആൾക്കാരുടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, അതിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടും ഇരിക്കും. Each country uses an imaginary line that is considered appropriate for existing level of development and it is accepted minimum social norms. ഓരോ രാജ്യവും അവരവരുടെ രാജ്യത്ത് ഒരു നിലനിൽപ്പിൻ്റെ, ജനങ്ങൾക്ക് എത്രമാത്രം ഇൻകം ആവശ്യമാണ്, എത്രമാത്രം ഫുഡ് ആവശ്യമാണ്, ഈ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഇൻകം ലെവൽ അല്ലെ മിനിമം ലെവൽ ഓഫ് ഇൻകം പോവർട്ടി ലൈൻ ഡിസൈഡ് ചെയ്യുന്നത്. For example, a person not having a car in the United States may be considered poor. ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു കാർ ഇല്ലാത്ത ആൾ പുവർ ഫാമിലി ആണെന്ന് വിചാരിക്കും. കാരണം ഇറ്റ്സ് എ ഡെവലപ്ഡ് നേഷൻ. അവിടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാറോ അങ്ങനെയുള്ള ലക്ഷറി ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് നേഷനിലും ആഫ്രിക്ക പോലുള്ള അണ്ടർ ഡെവലപ്ഡ് നേഷനിലും ഒക്കെ കാർ എന്ന് പറയുന്നത് റിച്ച് പീപ്പിളിനെ കൺസിഡർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ രാജ്യത്തെയും പോവർട്ടി ലൈൻ തീരുമാനിക്കുന്ന മിനിമം ലെവൽ ഓഫ് ഇൻകവും കൺസംഷനും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ ഇന്ത്യ ഓയിങ് ഓഫ് എ കാർ ഈസ് സ്റ്റിൽ കൺസിഡർഡ് ആസ് എ ലക്ഷറി. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഡെവലപ്പിംഗ് നേഷൻ ആയിട്ട് പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു കാർ എന്ന് പറയുന്ന ഒരു ലക്ഷറി ഐറ്റം ആയിട്ട് കരുതുന്നതാണ്. റിച്ച് പീപ്പിളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കൺസെപ്റ്റായിട്ട് കണക്കാക്കുന്ന ഒരു രാജ്യമാണ്. While determining the poverty line in India, a minimal level of food requirement, clothing, footwear, fuel and light, education and medical requirement, etc. are determined for substances. നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ മറ്റുള്ള വെഹിക്കിൾസോ ഒന്നുമല്ല കൺസിഡർ ചെയ്യുന്നത്. മിനിമം ഒരാൾക്ക് ജീവിക്കാനുള്ള ഫുഡ് റിക്വയർമെൻറ്റ്സ് കിട്ടുന്നുണ്ടോ, അയാൾക്ക് ആവശ്യമുള്ള ക്ലോത്തിങ്സ് കിട്ടുന്നുണ്ടോ, ദെൻ ഫുഡ് വെയർ,
ഫ്യൂവൽ ആൻഡ് ലൈറ്റ്, ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആൾക്കാരാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. The present formula for food requirement while estimating the poverty line is based on the desired calorie requirement. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോവർട്ടി ലൈൻ ബേസ് ചെയ്യുമ്പം ഇൻകത്തിന്റെ ലെവൽ എടുക്കും, അതുപോലെ തന്നെ കൺസംഷൻ ലെവൽ എടുക്കും എന്ന് പറഞ്ഞു. ഒരാൾക്ക് അയാളുടെ ഫുഡില് ബേസിക് കലോറി എന്ന് പറഞ്ഞാൽ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്, അത് കിട്ടുന്നുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ അയാൾക്ക് കിട്ടുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. Food items such as cereals, pulses, vegetable milk, oil, sugar, etc. together provide these needed calories. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ളൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും എല്ലാ ടൈപ്പിലെ ഫുഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആയിരിക്കണം അയാൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്ന? സെറിയൽസ് ഉണ്ട്, പൾസസ് ഉണ്ട്, വെജിറ്റബിൾസ്, മിൽക്ക്, ഓയിൽ, ഷുഗർ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് together provide these need calories. The calorie needs vary depending on age, sex and the type of work that person does. അപ്പം കലോറി ഇൻടേക്ക് ആൾക്കാരുടെ ഏജിനനുസരിച്ച് വ്യത്യാസമാണ്, അവരുടെ സെക്സ് ദാറ്റ് മീൻസ് മെയിൽ ഓർ ഫീമെയിൽ ആണെന്നോ അതിനനുസരിച്ച് വ്യത്യാസമാണ്. ആൻഡ് ടൈപ്പ് ഓഫ് വർക്ക്, അവർ ഏത് തരത്തിലുള്ള വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്, അത് ഫിസിക്കൽ വർക്ക് കൂടുതൽ ചെയ്യുന്നവരാണോ അതോ ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണോ, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. The accepted average calorie requirement in India is 2400 calories per person per day in rural area and 2100 calories per person per day in urban area. Underline that sentence, very very important, because നമ്മളുടെ ഇന്ത്യയിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു അർബൻ പീപ്പിളിന് 2100 കലോറിയും റൂറൽ പീപ്പിളിന് മിനിമം 2400 കലോറി ഇൻടേക്കും വേണം. അതായത് 2400 കലോറി ഊർജം ഒരു ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരാൾക്ക് വേണം. അതേ സമയത്ത് അർബനിൽ താമസിക്കുന്ന, അതായത് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് 2100 കലോറി എനർജി എങ്കിലും കിട്ടാൻ അവർക്ക് പറ്റുമെങ്കിൽ ദേ ആർ എബവ് ദ പോവർട്ടി ലൈൻ, അവർ പോവർട്ടി ലൈന് മുകളിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അവർ പോവർട്ടി ലൈനിലല്ല, അവർ നല്ലൊരു ആവറേജ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും, എന്തുകൊണ്ടാണ് 2400 കലോറി ഇൻ റൂറൽ ഏരിയ ആൻഡ് 2100 കലോറി ഇൻ അർബൻ ഏരിയ? എന്തായിരിക്കും അതിനുള്ള റീസൺ എന്ന് പറയുന്നത്? കാരണം ഈ റൂറൽ ഏരിയയിലാണ് ആൾക്കാർ കൂടുതലായിട്ട്, ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഫിസിക്കൽ വർക്കുകൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, ശരീരം കൊണ്ടുള്ള കഠിനാധ്വാനങ്ങൾ, ഇപ്പം അഗ്രികൾച്ചർ ഫീൽഡിലാണേലും അല്ലെങ്കിൽ ചുമടെടുക്കുന്ന തൊഴിലാളികൾ അല്ലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിലാണ് അല്ലെ. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് എനർജി ഇൻടേക്ക് വേണം, അവരുടെ കൂടുതലായിട്ട് എനർജി ഇൻടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അതേസമയം അർബൻ ഏരിയയിൽ കൂടുതലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അവർ ഓഫീസുകളിൽ വളരെ കാമാൻ ക്വയറ്റായിട്ട് LC റൂമുകളിലും ഒക്കെ ഇരുന്ന് കാമാൻ ക്വയറ്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫിസിക്കൽ വർക്കിന്റെ ആവശ്യം അധികം വരുന്നില്ല. അപ്പോൾ അവർക്ക് ഫുഡിന്റെ കലോറി ഇൻടേക്ക് വളരെ കുറവ് മതി. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഗ്രാമപ്രദേശത്തിലെ ആൾക്കാരാണ് കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നത്. അതായത് ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ്. ലൈറ്റ് ഫുഡാണ് കൂടുതലും അർബൻ ഏരിയയിലെ ആൾക്കാർ കഴിക്കുന്നത്. കാരണം അവരുടെ ഹെൽത്തിന് അവർക്ക് അത്രയും മതി, 2100 കലോറി എനർജി മതി. കാരണം ബോഡി അധികം ഫിസിക്കൽ വർക്കൊന്നും അധികമായിട്ട് അവർ ചെയ്യുന്നില്ല. Since people living in rural area engage themselves in more physical work and calorie requirement in rural areas are considered to be higher than in urban area, the monetary expenditure per capita needed for buying this calorie requirement in terms of food grain etc. is revised periodically taking into consideration in the rise in prices. ഇനി പ്രൈസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കലോറി ഇൻടേക്കിന്റെ കാര്യത്തിലും നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട്. ഇത്ര വേണ്ട, ഇത്ര മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒക്കെ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാലും ഇപ്പോഴത്തെ നിലവിലുള്ള കണക്കനുസരിച്ച് 2400 കലോറി ഈസ് നീഡഡ് ഇൻ റൂറൽ പീപ്പിൾ ആൻഡ് 2100 കലോറി ഈസ് നീഡഡ് ഇൻ ദ അർബൻ പീപ്പിൾ. On the basis of these calculation, for the year 2011-12, the poverty line for a person was fixed at 816 per month for rural area and 1000 for urban area. അപ്പം ഇതിനനുസരിച്ച് ഒരാൾക്ക് വേണ്ട ഇൻകം എന്ന് പറയുന്നത് 816 ആണ്.
രൂപയാണ് എവിടെ റൂറൽ ഏരിയയിൽ വേണ്ട, 1000 ആണ് അർബൻ ഏരിയയിൽ വേണ്ടത്. ഡെസ്പൈറ്റ് ലെസ് കലോറി റിക്വയർമെന്റ്, ദ ഹയർ എമൗണ്ട് ഓഫ് അർബൻ ഏരിയ ഹാസ് ബീൻ ഫിക്സഡ് ബിക്കോസ് of high prices of many essential products in urban countries. In this way, in the year 11-12, a family of 5 members living in rural areas and earning less than about rupees 4,080 per month will be below the poverty line. അതിനനുസരിച്ച് 11-12 കണക്കനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏതാണെന്നൊന്ന് നോക്കണം. ചിലപ്പം കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റ കാണും. ഇതിൽ 2011-12 കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ച് 4,080 പെർ മന്ത് കിട്ടുന്ന ഒരാൾ എബോവ് പോവർട്ടി ലൈൻ, വിൽ ബി ബിലോ ദ പോവർട്ടി ലൈൻ. 4,080 പെർ മന്ത് കിട്ടാത്ത ആൾക്കാർ ബിലോ ദ പോവർട്ടി ലൈനാണെന്ന് പറയാൻ പറ്റും. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. A similar family in the urban area would need minimum of rupees 5,000 per month to meet their basic requirements. കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് അർബൻ ഏരിയയിലെ താമസം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മിനിമം ഒരു 5,000 രൂപയെങ്കിലും മാസം കിട്ടാത്ത ആൾക്കാർ ബിലോ പോവർട്ടി ലൈനിലാണെന്ന് പറയാം. കാരണം നേരത്തെ പറഞ്ഞ കലോറി ഇൻടേക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പോകണമെങ്കിൽ മിനിമം അവർക്ക് മന്ത്ലി ഇത്രയും ഇൻകം വേണം. ആ ഇൻകം കിട്ടാത്ത ആൾക്കാർ എബോവ് പോവർട്ടി ലൈനിലാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ദ പോവർട്ടി ലൈൻ ഈസ് എസ്റ്റിമേറ്റഡ് പീരിയോഡിക്കലി ബൈ കണ്ടക്ടിങ് സാമ്പിൾ സർവേസ്. ദീസ് സർവേസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തിയാണ് ഇത് എത്ര കലോറി വേണം, എത്ര ഇൻകം ആണെന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ സർവേ ഒക്കെ നടത്തുന്നത്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് ഇത് നടത്തുന്നത്. However, for making comparison between developing countries, many international organizations like the World Bank use a uniform standard for the poverty line, that is minimum availability for the equivalent of $1.90 per person per day. അതായത് ഇന്ത്യയിൽ മുഴുവനായിട്ടൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് $1, അതായത് $1.90 എങ്കിലും ഒരാൾക്ക് മന്ത്ലി ഇൻകം കിട്ടുകയാണെങ്കിൽ അവർ പോവർട്ടി ലൈന് കിട്ടാത്ത ആൾക്കാരാണ് പോവർട്ടി ലൈനിന് താഴെ എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ കോമൺ ആയിട്ടുള്ള കണക്കിൽ പറയുന്നത്. സോ ഇപ്പം മനസ്സിലായല്ലോ എന്താണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അത് മിനിമം കലോറി ഇൻടേക്ക് വെച്ചും മിനിമം ലെവൽ ഓഫ് ഇൻകം വെച്ചും ആൾക്കാരെ എബോവ് പോവർട്ടി ലൈനെന്നും ബിലോ പോവർട്ടി ലൈനെന്നും തരംതിരിച്ചിരിക്കുന്നതാണ്. Next one is poverty estimates. It is clear from table 3.1 that there is a substantial decline in poverty ratio in India from about 45% in 93-94 to 37.2% in 2005. അതായത് നമുക്ക് ഇതുവരെയുള്ള ഡേറ്റാസ് പരിശോധിച്ച് നോക്കിയാൽ പോവർട്ടി വളരെയധികം കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ ഫർദർ കെയിം ഡൗൺ ടു അബൌട്ട് 22% in 2011-12. The trend continues. People below poverty line may come down to less than 20% in the next few years. ഇതേ ഒരു രീതിയിൽ തുടർന്നാൽ ഒരു അടുത്ത 20 വർഷത്തിനുള്ളിൽ തന്നെ വളരെയധികം ഒരു പോവർട്ടി ലൈനിൽ ആൾക്കാർ പോവർട്ടി ലൈനിന് താഴെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയും പോവർട്ടി ലൈനിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. Although the percentage of people living under poverty declined in the earlier 2 decades, the number of poor declined from 407 million in 2004-5 to 270 million in 2011-12 with an average annual decline of 2.2 percentage point during 4-5 to 11-12. Next topic is vulnerable group. The last class we discussed what is vulnerable group. Some people are almost live in the same situation, in a same situation like poverty. That means some scheduled caste, scheduled tribe, some peoples are there. They are always, that is minority people. That minority peoples are always living in the same direction. Government give more priority to them to give more education, more employment opportunities, and now we can see that there is some changes in their lives, but some people always continue in the same situation. That group is known as vulnerable group. The proportion of people below poverty line is also not same for all social group and economic categories in India. അത് എല്ലാ ഗ്രൂപ്പിലും ഒരേപോലെയല്ല, പല ഗ്രൂപ്പിലും പല രീതിയിലാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോഷ്യൽ ഗ്രൂപ്പ്സ് വിച്ച് ആർ മോസ്റ്റ് വൾണറബിൾ ടു പോവർട്ടി ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഹൗസ്ഹോൾഡ്. Similarly, among the economic groups, the most vulnerable groups are the rural agricultural laborers and the urban casual laborers household. Underline. That means ഇവിടെ
റൂറൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? റൂറൽ അഗ്രികൾച്ചർ ലേബറേഴ്സ് ആണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ തന്നെയാണ്. കൃഷി മോശമായി കഴിഞ്ഞാൽ പിന്നെ ഇൻകം കിട്ടാതെ വരുന്നൊരവസ്ഥ, പിന്നെ വീട്ടിൽ വീണ്ടും ദാരിദ്ര്യം വരുന്നൊരവസ്ഥ, അങ്ങനെ. അതുപോലെ അർബൻ കേസിലാണെങ്കിൽ ലേബർ ഹൗസ് ഹോൾഡ് ആണ് കൂടുതലായിട്ട്, ഹൗസ് ഹോൾഡ് പീപ്പിൾ, ലേബറേഴ്സ്, തൊഴിലാളികളാണ് അർബൻ ഏരിയയിൽ കൂടുതലായിട്ട് ഈ ഒരു വൾണറബിൾ ഗ്രൂപ്പിൽ വരുന്നത്. Graph shows the percentage of poor people in all these groups, although the average for people below poverty line for all groups in India is 43 out of 100 people belong to scheduled tribes are not able to meet their basic needs. ഉണ്ടോ? അത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 43 out of 100 people, 100 പേരിൽ 43 പേരും ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടവരാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. Similarly, 34% of the casual workers in urban area are below poverty line. About 34% of casual labor farms and 29% of scheduled caste are also poor. And the double disadvantage of being landless casual wage laborers household in the socially disadvantaged social groups of scheduled caste or the scheduled tribe population highlights the seriousness of the problem. Some recent studies have shown that except for the scheduled tribe household, all the other three groups, that is scheduled caste, rural agriculture laborers and urban casual labor household, have been decline in poverty in the 1990s. പക്ഷേ ഇത് നമുക്ക് ഈ റീസെൻറ്റ് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് ഈ ആദിവാസികൾ, അവരൊക്കെ ഒഴിച്ച് ബാക്കി മൂന്ന് മേഖലയും ഏതൊക്കെയായിരുന്നു വൾണറബിൾ ഗ്രൂപ്പിൽ കിടന്നത്? പോവർട്ടി ലൈനിന് താഴെയായിട്ടുള്ള ആൾക്കാർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ദെൻ റൂറൽ അഗ്രികൾച്ചർ ലേബേഴ്സ് ഉണ്ട്, അർബൻ കാഷ്വൽ ലേബേഴ്സ് ഉണ്ട്. അവർ പോവർട്ടി ലൈനിൽ നിന്ന് എബോവ് പോവർട്ടി ലൈനിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ദാരിദ്ര്യം എന്നുള്ള നിരക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കുറേ അധികം പേര് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് ജോലി കിട്ടാൻ തുടങ്ങി, അവരുടെ ആ പോവർട്ടി എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. Apart from these social group, there is also inequality of income within the family. In poor family, all suffer, but suffer more than others. In some cases, women, elderly people and female infants are denied equal access to resources available to the family. അതായത് ഈ SC, ST, റൂറൽ അഗ്രികൾച്ചറിൽ, അത് അഗ്രികൾച്ചർ പീപ്പിള്, ദെൻ അർബൻ കാഷ്വൽ ലേബേഴ്സ്, ഇവരെ കൂടാതെ പിന്നെ ഇൻകം കുറഞ്ഞ് കാണുന്ന നമ്മൾ പീപ്പിളിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ വിമൺ, എൽഡർലി പീപ്പിള്, ഫീമെയിൽ ഇൻഫൻസ്, ഇവരെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ പുവർ ഫാമിലി എന്നുള്ള ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പോവർട്ടി എന്നുള്ള സിറ്റുവേഷൻ സഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സ്റ്റോറി ഓഫ് ശിവരാമൻ. I know that you like story, so this is another story from this chapter. Shivaraman lives in a small village near Karur town in Tamil Nadu, and Karur is famous for its handloom and powerloom fabrics. There are 100 families in this village. Shivaraman and Arjun Dandur, that means cobbler ചെരുപ്പൊക്കെ നന്നാക്കുന്ന ആൾക്കാർ, by caste now work as an agricultural labor for ₹160 per day. ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം ഒരു അഗ്രികൾച്ചർ ലേബറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ദിവസം 160 രൂപയാണ് കൂലി. ബട്ട് ദാറ്റ്സ് ഓൺലി ഫോർ 5 to 6 months in a year. അതും ഒരു 5-6 മാസം മാത്രമേ അതിൽ നിന്നുള്ള ഇൻകം കിട്ടാറുള്ളൂ. At other time he does odd job in the town. His wife Shashikala too works with him, but she can rarely find work these days, and even if she does, she's paid ₹100 per day for the same work that Shivaraman does. ശിവരാമൻ ചെയ്യുന്ന അതേ ജോലി ചെയ്താലും സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കൂലി കുറവാണ്, 100 രൂപ മാത്രമാണ് കിട്ടുന്നത്. There are 8 members in the family. Shivaraman, 65-year-old widowed mother, is ill and needs to be helped with her daily chores, and he has a 25-year-old unmarried sister and 4 children aged between 1 year to 16 years. അപ്പം 4 മക്കളും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ട്. 8 പേരാണ് ആ കുടുംബത്ത് ഉള്ളത്. 3 of them are girls and the youngest is a son. None of the girls go to school. Buying books and other things for school going girls is a luxury and he cannot afford. കുട്ടികളെ ഒന്നും തന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, കാരണം അദ്ദേഹത്തിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ഓൾസോ ഹി ഹാസ് ടു get them married at some point of time, so he doesn't want to spend on their education now. His mother, അതായത് അവരുടെ ചിന്ത ഇതാണ്, പെൺകുട്ടികളെ എഡ്യൂക്കേഷൻ ചെയ്ത് ഇത്രയൊക്കെ പണമൊക്കെ മുടക്കിയിട്ട് പിന്നീട് മാരേജ് ചെയ്ത് വിടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രയോജനം ഈ കുടുംബത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവർ എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുക്കാറില്ല. ഹിസ് മദർ ഹാസ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്, ഈസ് ജസ്റ്റ് വെയിറ്റിംഗ് die somebody
someday his sister and elder daughter take care of the household. And Shivaraman plans to send his son to school when he comes of age. മകന് മാത്രം സ്കൂളിൽ വിടണമെന്ന് ശിവരാമന് ആഗ്രഹമുണ്ടായിരുന്നു. His unmarried sister does not get along with his wife. Shashikala finds her a burden, but Shivaraman can't find a suitable groom due to lack of money. അതായത് ഈ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കണമെന്നുണ്ട്, പക്ഷേ പണമില്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. Although the family has difficulty in arranging 2 meals a day, Shivaraman manages to buy milk once in a while, but only for his son. വല്ലപ്പോഴും മിൽക്ക് അവിടെ വാങ്ങിച്ചാൽ തന്നെ അത് മോന് വേണ്ടി മാത്രം, പെൺകുട്ടികൾക്ക് ആർക്കും ഇതൊന്നും കിട്ടാറില്ല. This is one situation of a poor family in Tamil Nadu district. Interstate disparities നമ്മൾ നോക്കുന്നത് ഇപ്പം ഒരു കുടുംബത്തിലെ കാര്യമല്ല, സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഇപ്പം നമുക്കറിയാം ഇവിടെ എത്ര സ്റ്റേറ്റ് ഉണ്ട്, 28 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഈ 28 സ്റ്റേറ്റ് എടുത്താലും 28 സ്റ്റേറ്റിലും പോവർട്ടിയുടെ സിനാരിയോ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ചില സ്റ്റേറ്റിൽ നല്ല രീതിയിൽ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, ചിലത് വളരെ പുവർ ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. പോവർട്ടി ഇൻ ഇന്ത്യ ഓൾസോ ഹാസ് അനദർ ആസ്പെക്ട്സ് ഫോർ ഡയമെൻഷൻ. ദിസ് പ്രൊപ്പോർഷൻ ഓഫ് പുവർ പീപ്പിൾ ഈസ് നോട്ട് ദ സെയിം ഇൻ എവറി സ്റ്റേറ്റ്. Although state level poverty has witnessed a secular decline from the level of early 70s, the success rate of reducing poverty varies from state to state. Recent estimates show while the All India Headcount Ratio HCR was 21.9% in 11-12 states like Madhya Pradesh, Assam, UP, Bihar and Orissa is above All India poverty level. ഇത്രയും സ്റ്റേറ്റിലായിട്ടാണ് മെയിൻ ആയിട്ട് പോവർട്ടി കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് ബീഹാർ, ഒറീസ, UP ആൻഡ് ആസാം. Bihar and Orissa continue to be the 2 poorest states with a poverty ratio 33.7 and 32.6% respectively. ബീഹാർ ഒറീസയാണ് പോവർട്ടിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, ദാരിദ്ര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം. ബീഹാർ അവിടെ 100 പേരെടുത്താൽ 33 പേര് അല്ലെങ്കിൽ 34 പേര് അവിടെ ദാരിദ്ര്യത്തിൽ തന്നെയാണ്. Along with the rural poverty, urban poverty is also high in Orissa, Madhya Pradesh, Bihar and UP. ഈ റൂറൽ പോവർട്ടി മാത്രമല്ല, അർബൻ ഏരിയ എടുത്ത് നോക്കിയാലും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലാണ് ദാരിദ്ര്യ നിരക്ക് കൂടുതലായിട്ട് കാണുന്നത്. In comparison, there has been a significant decline in poverty in Kerala, Maharashtra, Andhra Pradesh, Tamil Nadu, Gujarat and West Bengal. പക്ഷേ ദാരിദ്ര്യം മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകൾ, അതായത് റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകൾ എടുത്താൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കേരളയാണ്. പിന്നെ മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, ഗുജറാത്ത്, ഇതിലൊക്കെ ഈ പോവർട്ടി ലെവലിൽ നോക്കി ഒത്തിരി നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടല്ലെങ്കിലും വളരെയധികം അച്ചീവ് ചെയ്യാനായിട്ട്, നല്ലൊരു ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. States like Punjab and Haryana have traditionally succeeded in reducing poverty with the help of high agricultural growth rate. ഇനി പഞ്ചാബ് ഹരിയാനയൊക്കെ എങ്ങനെയാണ് പോവർട്ടി ഇല്ലാതാക്കിയത്? അതായത് അവിടുത്തെ നല്ല രീതിയിലുള്ള അഗ്രികൾച്ചർ കൊണ്ടാണ് അവർ അത്രയധികം പോവർട്ടി ഇല്ലാതാക്കിയിരിക്കുന്നത്. കേരള ഹാസ് ഫോക്കസ്ഡ് മോർ ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. കേരളത്തിൽ ഈ പോവർട്ടി ലെവൽ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലൂടെയാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ച എഡ്യൂക്കേഷൻ അല്ലേ, നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ, നല്ല സ്കൂളിംഗ് കൊടുക്കുന്നതിലൂടെ, നല്ല എംപ്ലോയ്മെന്റ് അറ്റൈൻ ചെയ്യുന്നതിലൂടെ, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുന്നതിലൂടെയൊക്കെ ആൾക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. In West Bengal, land reform measures have helped in reducing poverty. വെസ്റ്റ് ബംഗാളിൽ ഏത് രീതിയിലാണ് പോവർട്ടി കുറച്ചത്? ലാൻഡ് റിഫോം. ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ലാൻഡ് വാങ്ങി ഉള്ളവരുടെ കയ്യിൽ നിന്ന് ലാൻഡ് വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കുകയും അങ്ങനെ എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും പോവർട്ടി ഇല്ലാതാക്കാനുമാണ് വെസ്റ്റ് ബംഗാളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. In Andhra Pradesh and Tamil Nadu, public distribution of food grains could have been responsible for the improvement. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും PDS വഴി, റേഷൻ ഷോപ്പുകൾ വഴി ഫ്രീ ആയിട്ട് ഈ ദാരിദ്ര്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്താണ് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് വരുന്നത്. അപ്പം 4 സ്റ്റേറ്റിലും ദാരിദ്ര്യം ഒരുപാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 4 സ്റ്റേറ്റിലും 4 രീതിയിലാണെന്ന് മാത്രം. പഞ്ചാബിൽ അഗ്രികൾച്ചറിലൂടെയാണ്, പഞ്ചാബിൽ ഹരിയാനയിലും കേരളത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലൂടെയാണ്, അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ലാൻഡ് റിഫോമിലൂടെയും തമിഴ്നാട്ടിൽ PDS വഴിയുമാണ് കൂടുതലായിട്ട് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്റർസ്റ്റേറ്റ് കമ്പാരിസൺ ആണ്. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ പോവർട്ടി സെനാരിയോ. ഇനി വേൾഡിന്റെ മൊത്തം എടുത്തു നോക്കിയാൽ ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലിവിംഗ് ഇൻ എക്സ്ട്രീം എക്കണോമിക് പോവർട്ടി ഡിഫൈൻഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആസ് ലിവിംഗ് ഓൺ ലെസ് ദാൻ $1.90 per day has fallen from 35% in 1990 to 10.68% in 2013. അതായത്
പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഡെവലപ്പിംഗ് കൺട്രിയിലാണ് വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഇപ്പോഴും ദാരിദ്ര്യ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഓൾദോ ദർ ഹാസ് ബീൻ എ സസ്റ്റൈൻഡ് റിഡക്ഷൻ ഇൻ ഗ്ലോബൽ പോവർട്ടി. എന്നാലും മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഗ്ലോബൽ പോവർട്ടി വളരെയധികം കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. Poverty declined substantially in China and Southeast Asian countries as a result of rapid economic growth and massive investment in human resource development. നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ വെൽഫെയർ ആക്ടിവിറ്റിയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും അതുപോലെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നതിലൂടെയൊക്കെയാണ് ഗ്ലോബൽ മുഴുവനായിട്ട് ഈ പോവർട്ടിയിൽ നിന്ന് കുറേശ്ശെ താഴ്ന്നു വരാനായിട്ട് തുടങ്ങി, അല്ലെ പോവർട്ടി ലെവലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേൾഡ് മുഴുവനായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. Number of poor in China has come down from 88.3% in 81 to 40.7% in 2008 to 1.9% in 2013. ചൈനയിൽ നല്ല രീതിയിൽ ഈ ദാരിദ്ര്യത്തിനൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. In this country, in the countries of South Asia, that is India, Pakistan, Sri Lanka, Nepal, Bangladesh, Bhutan, the decline has also been rapid from 54 to 15%. Despite decline in the percentage of the poor, the number of poor has declined significantly from 44% in 1990 to 17% in 2030. Because of different poverty line definition, poverty in India is also shown higher than the national estimate. നേരത്തെക്കാളും നോക്കിക്കഴിഞ്ഞാൽ പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡെവലപ്ഡ് നേഷൻ്റെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പോവർട്ടി ലെവൽ വെക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും പോവർട്ടി നിരക്ക് കുതിച്ചുയരുന്നതായിട്ടൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ. അല്ലാത്ത സിറ്റുവേഷൻ നോക്കിയാൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യയിൽ പോവർട്ടി നിരക്ക് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ സബ് സഹാറൻ Africa, poverty in fact rose from 54% in 1990 to 41% in 2030. Latin America, the ratio of poverty has also declined from 16% in 1990 to 5.5% in 2030. The new Sustainable Development Goals of the United Nations purposes ending poverty of all types by 2030. പുതിയ കണക്കനുസരിച്ച് UN-ന്റെ പുതിയ കണക്കനുസരിച്ച് പോവർട്ടി ഒന്ന് കുറച്ചു കൊണ്ടുവരണം. 2030 ആകുമ്പോഴേക്കും പോവർട്ടി വൻതോതിൽ കുറച്ചു കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഗ്ലോബൽ സെനാരിയോ അങ്ങനെയുള്ളതാണ്. ഓക്കെ, റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് 2 or 3 times and write all the notes. Next topic is causes of poverty and the anti-poverty measures that we will discuss in the next class. Thank you children. Have a nice day.